വീട് വൃത്തിയാക്കാത്തതിന് അമേരിക്കയിൽ ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഭാര്യ അറസ്റ്റിൽ. ഇന്ത്യക്കാരിയായ ചന്ദ്രപ്രഭ സിംഗ നോർത്ത് കരേലയിൽ അറസ്റ്റിലായത്. ഭർത്താവ് അരവിന്ദ് സിംഗ് ചികിത്സയിലാണ്. ഒക്കെ കൈ വൃത്തിയാക്കിക്കളാനെ ഒന്നും ചെയ്യണ്ട. എന്നെ കൊല്ലല്ലേ ജീവിക്കാതെ കൊതികൊണ്ടാണ്. നിങ്ങളെന്താ പിച്ചുമേ പറയുന്നത്? ഞാൻ ഈ തേങ്ങ ഒട്ടിക്കാൻ കൊണ്ടുവന്നല്ലേ? തേങ്ങ ഒട്ടിക്കാനാ? പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അവിടെ എല്ലാവർക്കും സുഖാണ്. അവിടെ എല്ലാവർക്കും സുഖന്നല്ലേ? ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? എന്താ ഉണ്ടാക്കിയേ? ബിരിയാണിയോ? ഇവിടെ മക്കൾ കുറേ ദിവസമായി പറഞ്ഞ മന്തി ഉണ്ടാക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ലീവല്ലേ, മന്തി ഉണ്ടാക്കാൻ നോക്കി. പെരി പെരി മന്തി ഉണ്ടാക്കി. ഇങ്ങനെ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞേ. പിന്നെ കുറച്ച് ചിക്കൻ കടായി വെച്ച്. ഇവിടെ അധികം ദിവസം അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. മന്തി, നെയ്ച്ചോറ്, ബിരിയാണി ഇഷ്ടമൊക്കെ ആയിട്ട് അങ്ങനെ വെക്കും. മക്കൾ ഇങ്ങനെ ഓരോന്നും കൂടി അറിയാം. പിന്നെ മൂപ്പരാണ് പറഞ്ഞ കൊണ്ടി തരും ചെയ്യും. പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. മക്കളെ കൂടിയല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതുകൊണ്ട് അധികം ദിവസം ഇവിടെ അതന്നെ ഉണ്ടാക്കല്. നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തിന്നുന്നുണ്ട് മൂപ്പരൊക്കെ മക്കളും. ഇല്ലടി വേറെ വിശേഷമൊന്നുമില്ല. ആയിക്കോട്ടെ എന്നാ ശരി, ഞാൻ വെക്കേ. പിന്നെ വിളിക്കണ്ട. സാധിക്കും. അല്ലാണ്ട് പിന്നെ ഓളെ വീട്ടിൽ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോ ഞാനായിട്ട് കുറയ്ക്കണോ? ഞാനും കുറച്ചില്ല. ഞാനും പറഞ്ഞു അങ്ങോട്ടേക്ക്. ഓളെന്തായാലും കാണുന്നില്ല. ഇക്ക എന്നാ ഞാൻ പോവാണേ. ഞങ്ങളെ വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ. വണ്ടി ഓട്ടാൻ ലൈസൻസ് ഉണ്ടോ? ആദ്യം പോയി ലൈസൻസ് എടുക്കേ, എന്നിട്ട് വണ്ടി ഓട്ടാൻ. ഇന്ത്യയിലെ എന്നെ ലൈസൻസ് ഉണ്ടല്ലോ. ലൈസൻസോ? ഈ എപ്പെടുത്തത്? നോട്ടെ ലൈസൻസ് നോട്ടെ. ലൈസൻസോ? ഇതിന്റെ ലൈസൻസ് അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് അൻ്റെത് ഇന്റത് ഒന്നില്ല, ഒക്കെ നമ്മൾ തന്നെ ആണെന്ന്. എനിക്ക് ഒരു 6 പേരോ ഈ കുറച്ച് സാധനം വാങ്ങാണ്ടേന്. സാധനം? എന്ത് സാധനം? എന്താ പറഞ്ഞോ, ഞാൻ വാങ്ങിത്തരാം. വേണ്ട, ഞാൻ വാങ്ങിക്കോളാം. എന്താ പറഞ്ഞോ, ഞാൻ തന്നെ അവിടെ പോകണ്ടല്ലോ. അതല്ല പണിയുണ്ട്. 2 ദിവസമായിട്ട് ഭയങ്കര തെറ്റാണ്. കുഴപ്പമില്ലേ, പറഞ്ഞോ. വീട് വാങ്ങി കൊണ്ടുണ്ട്. എനിക്ക് കുറച്ച് ഫാൻസി വാങ്ങാനുണ്ട്. പിന്നെ ഷോള് അല്ലാതെ ചില സാധനങ്ങൾ വാങ്ങാനുണ്ട്. നിങ്ങൾ കാര്യം പൈസ തന്നാൽ മതി, ഞാൻ വാങ്ങിക്കോണ്ട്. എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട്. ഫാൻസിയും കാര്യങ്ങളൊക്കെ അല്ലേ, എന്റെ സാധനങ്ങളൊക്കെ അല്ലേ, അത് ഞാൻ വാങ്ങിക്കൊണ്ടല്ലേ. പോട്ടെ, വീട്ടിലെ സാധനങ്ങൾ തീർന്നിക്കുന്നത് അത് വാങ്ങാൻ പൈസ നിങ്ങള് തീർന്നോ? എനിക്ക് ഏതായാലും ഇതില്ല, എനിക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യും, ഈ ഇവിടെ പോയിട്ട് വാങ്ങിക്കോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എത്ര പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആ ബില്ലൊന്നും നിന്റെ വാട്സപ്പിലേക്ക് ഇടും, ഞാൻ പൈസ അയച്ചു തരാം. ഒരു സാധനം അതിന് പൈസ തരൂല്ലേ നിങ്ങള്? പൈസ തരേണ്ട കാര്യമില്ല, പൈസ ആരും തരുന്നില്ല. ഇത് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ പോയി വാങ്ങിക്കോളി, അതിന്റെ ബില്ല് അയച്ചോളി. ഞാൻ പൈസ തന്നിട്ട് കൈമ തന്നിട്ടുള്ള കാര്യം വേണ്ട. ഞങ്ങൾക്ക് വല്ലാത്തൊരു പിഷ്കന്നാട്ടോ സാധനത്തിനൊക്കെ കിട്ടിയത്. എന്താ അങ്ങോട്ട് ചെയ്തോളി, കെട്ടിപ്പിടിച്ച് വെച്ചോളി പൈസ. എന്തേ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊന്നും മൂടില്ല. ഓർഡർ ചെയ്യാ. ഓർഡർ ചെയ്യാ? എന്താ ഓർഡർ ചെയ്യാ? ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോളി. ഇഷ്ടമുള്ള ഓർഡർ ചെയ്തോളി. എന്താ ചെയ്യാ? ചെയ്തോളി. എന്താ ചെയ്യാ? ഞാനിപ്പോ ഓർഡർ ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അത് കുടുങ്ങിയല്ലോ. ഓർഡർ ചെയ്തേ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്.
ഓർഡർ ചെയ്ത് എന്താ ഓർഡർ ചെയ്ത്? എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഈ പറ എന്താണ്? എനിക്കിഷ്ടപ്പെട്ടത് ബീഫ് ഫ്രൈ പൊറാട്ടെ. കറക്റ്റ്, അത് തന്നെ. എനിക്ക് അറിയാലേ. ഓക്കെ, ആ സമാധാനായില്ലേ? ഓക്കെ, ഇത് ഓർഡർ ചെയ്യാലോ.